രഞ്ജിത്ത്, ഞാൻ യോഗ പ്രാണവിദ്യയുടെ ഇൻസ്ട്രക്ടറാണ്. ദാൻമർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എനിക്കിവിടെ തൃശ്ശൂർ ഒരു ട്രെയിനിങ് സെൻ്ററുണ്ട്. ഞാൻ നേരത്തെ പാത്തിട്ട് വർക്കർഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. യോഗിക് പാരമ്പര്യങ്ങളിലേക്ക്, യോഗിക് പരിശീലനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട്, ആ പാതയിലേക്ക് നാം കടക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരു പ്രത്യേക തലത്തിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വളരെ അടുക്കും ചിട്ടയും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ യോഗിക് പരിശീലനത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയുമായിട്ട് വരുന്നത് കാണാം. അതിന് പ്രധാനമായിട്ട് നമുക്ക് ആദ്യം ദൈവികമായ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുരുവിനോടുള്ള റെഫറൻസ്, ഗുരുവായിട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഗുരുവിൻ്റെ ബന്ധം ഗുരുവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് ആത്മീയമായ ശുചീകരണം നടത്തേണ്ടതുണ്ട്. നമ്മിൽ ജീവിതത്തിൽ നമ്മുടെ പല സ്വഭാവങ്ങളും പല കുറവുകളും ഇമോഷണലി ആൻഡ് മെൻ്റലി ആൻഡ് സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി ഇതിനൊക്കെ നമുക്ക് മാറ്റി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യങ്ങളിൽ മഹാത്മാ ചുവാക്കോക്സി ഹീലിംഗ് ആദ്യം തന്നെ ഉൾപ്പെടുത്തിയത്. ഒരു യോഗിക് പാതയാണ് അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് നമുക്ക് ഈതറിക് ഹൈജീൻ, നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകളെ നമുക്കൊരു മെഷീനൊന്നും വെച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. സ്വഭാവ വികാര വിചാരങ്ങളെയൊക്കെ നമുക്കൊരു പ്രത്യേകം തരം മരുന്ന് കൊടുത്ത് നമുക്ക് മയക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഗുരു പരമ്പരകൾക്ക് ഈ അവരുടെ ആത്മീയ ശുചീകരണം എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി ബോഡി പലതരത്തിലുള്ള ഡിഫറെൻ്റ് ഓറകളുമായിട്ട് അവർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ അവരുടെ ശുചീകരണം, അവരുടെ ഓറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈതറിക് ഡേട്ടുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചക്രകൾ എന്നറിയപ്പെടുന്ന യോഗിക് പാരമ്പര്യങ്ങളിൽ സംസ്കൃത വാക്കാണ് ചക്രകൾ എന്നുള്ളത്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്, വീൽസ് എന്നുള്ള അർത്ഥമാണ്. ആക്ച്വലി ദിസ് ഇസ് ആൻ വോർട്ടെക്സ് ലൈക്ക് ഇൻ ഫ്ലവർ. ഇതിങ്ങനെ നമ്മുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകമായ സ്ഥാനങ്ങളിൽ, ഈ സ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. എങ്ങനെയാണ് അവിടെ ഈ ചക്രകൾ ഉണ്ടാകുന്നത്, അവിടെ എന്തുകൊണ്ടാണ് ഈ മർമ്മക്ഷേത്രങ്ങൾ അവിടെ ആയിരിക്കുന്നത് എന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ചീത്തകളെ പുറന്തള്ളിക്കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശുദ്ധമായ ഊർജ്ജത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു യോഗി പരിശീലകൻ നമ്മുടെ ഈതറിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പല വികാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഈ ഹീലിംഗ് സമ്പ്രദായം, ഹീലിംഗ് പരിശീലിച്ച് സാധന ചെയ്തു തുടങ്ങിയാൽ നമ്മെ തന്നെ നാം സുഖപ്പെടുത്തി നമ്മുടെ ഉള്ളിലുള്ള പല വീക്ക്നെസ്സുകളെയും എടുത്ത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് വരും തോറും അവിടേക്ക് നല്ല ഊർജ്ജങ്ങളുടെ സാമീപ്യം ഉണ്ടാവുകയും അതോടുകൂടി ചില പരിശീലനങ്ങളിൽ കൂടെ, ധ്യാനങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് കൂടുതൽ തേജസ്സോടുകൂടി ഉയർന്നു വരാനായിട്ട് സാധിക്കും. സ്വഭാവ രൂപീകരണങ്ങൾ മികച്ചതായി പറയപ്പെടുന്ന എല്ലാ സ്വഭാവങ്ങളുടെയും ഒരു പരിശീലനമുണ്ട്. ആ സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ അതിനെ എടുത്ത് നശിപ്പിച്ച് കളയാനായിട്ട് നാം പ്രത്യേകമായ ബ്ലൂ ടെട്രാഹീഡ്രൻ പോലെയുള്ള ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലേക്ക് അതിനെ കളഞ്ഞ് നമ്മെ ശുദ്ധീകരിക്കുന്നൊരു പ്രക്രിയ തന്നെയാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. ധ്യാന പരിശീലനം ഈശ്വരീയമായ കൂടുതൽ ബന്ധത്തിലേക്കും കൂടുതൽ ഊർജാവസ്ഥ നമ്മിൽ ധാരാളം ഈശ്വരീയമായ ഊർജം കടന്നു വരാനായിട്ട് സഹായിക്കുന്നതാണ് ധ്യാനം. നമ്മെ പല ലെവലുകളിൽ നമ്മൾ ഉയർത്താനായിട്ട് ഈ ധ്യാനം പരിശീലനത്തോടു കൂടി സംഭവിക്കും. ധ്യാനം എന്നുള്ളത് വെറുതെ ഇരുന്ന് കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരിക്കുക എന്നുള്ളതല്ല. പല ആളുകളും വെറുതെ ഇരിക്കുക, ശ്വാസം മാത്രം അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുക, ഇതൊക്കെയാണ് ധ്യാനമെന്ന് വിചാരിക്കുന്ന തരം ആളുകളുണ്ട്. ഇന്ന് കുറേ ആളുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ ഇത് ഒരു യോഗിക് പാത്തിൽ ഭക്തിയോഗവുമായി ബന്ധപ്പെട്ട ഒരു ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളിൽ മഹാത്മാ ചുവാക്കോക്സി വളരെ തന്നെ
ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ഗുണവശങ്ങൾ പഠിച്ച് പ്ലാനറ്ററി പീസ് എന്നൊരു മെഡിറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉന്നത ആത്മാവുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് രാജയോഗ, അത് അച്ചീവിങ് വൺനെസ്, നമ്മുടെ ഉന്നതാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ആ ഉന്നതാത്മാവ് പരമാത്മാവുമായി ബന്ധം സ്ഥാപിച്ച് നമ്മിലുള്ള അറിവിനെ, തിരിച്ചറിവിനെ, വിസ്ഡത്തെ വികാസത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാം I am not the body, I am not the emotions, I am not the thought, I am not the mind. The mind is a subtle instrument of the soul. I am a child of God എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തത്വമസി എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ തത്വമസി, I am that I am, അഹം ബ്രഹ്മാസ്മി, നാമും ഈ പ്രഭാവവും ഈ അഹം ബ്രഹ്മവുമായിട്ട് നാം വിലയം ചെയ്തിരിക്കുന്നു. എല്ലാവരും അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലോകം മുഴുവൻ. എല്ലാതും സമന്വയമായിരിക്കുന്നു, നാം എല്ലാതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകമായ തത്വം. അത് കഴിഞ്ഞാൽ ഒരു കുണ്ടലിനി യോഗയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെയുള്ള ദ പാത്ത് ടു അർഹർഷിപ്പിൽ നിന്ന് പഠിക്കാനുള്ള. അതിൻ്റെ പ്രിപ്പറേറ്ററി ലെവലിൽ നമുക്ക് കുണ്ടലിനി യോഗയുണ്ട്. അപ്പം നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ്, അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കുകളെ ഡിലീറ്റ് ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്ത് അവിടെ ശുദ്ധമായ ഊർജ്ജത്തെ ആഗിരണം ചെയ്ത് ശക്തീകരിക്കുക എന്നുള്ളതാണ് കുണ്ടലിനിയുടെ തത്വം. അതിൻ്റെ ഇടയിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ഉണരാനും നമ്മുടെ ചക്രകളൊക്കെ ശുദ്ധീകരിച്ച് അവിടെ അതിൻ്റെ പ്രഭാവത്തെ, അതിൻ്റെ കഴിവിനെ വലുതാക്കിയെടുക്കാനും നാം ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങളിലേക്ക് കടക്കാനും ചിത്തകൾ, തിന്മകൾ, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ മറ്റു പല രീതിയിലും നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇതിൽ പരിശീലിക്കാനുണ്ട്. പക്ഷെ മറിച്ച് ഈ കുണ്ടലിനി ശക്തി നമ്മളിൽ ഉണരുവാനായും ഈ ചക്രങ്ങളെയും നമ്മുടെ ഊർജ കേന്ദ്രങ്ങളായിട്ടുള്ള ചക്രങ്ങളെയും അതുപോലെ തന്നെ എനർജി ബോഡിയെയും നമ്മുടെ അവയവങ്ങളെയൊക്കെ എനർജി ലെവലിൽ അതിനെ ശുദ്ധീകരിക്കുമ്പോൾ ഈതറിക് ഡേർട്ടുകൾ കളഞ്ഞ് നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മിലേക്ക് ശക്തമായ കോസ്മിക് എനർജി, നമുക്ക് ആവശ്യമുള്ള എനർജി കൂടുതലായിട്ട് വരികയും ചക്രകളൊക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ശക്തിയും ഈ പ്രപഞ്ചത്തിൽ തന്നെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കത്, നമ്മുടെ ശരീരം അതിനെ ആവാഹിക്കുകയും ഈശ്വരീയമായ ബന്ധം, പരമമായി നിൽക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്നും ഈശ്വരീയമായ ബന്ധം നമ്മിലേക്ക് ധാരാളം കടന്നു വരികയും നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതിന് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മിലേക്ക് ധാരാളം ഈശ്വരീയമായ ഊർജം കടന്നു വരുന്നതോടുകൂടി തന്നെ ഈശ്വരീയമായ ഊർജം നമ്മിലേക്ക് ധാരാളം കടന്നു വന്ന് അത് കുണ്ടലിനി, മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ മുകളിലേക്ക്, കുണ്ടലിനി ശക്തിയെ ഉയർത്തി വളരെ ശക്തനും വളരെ ബുദ്ധിമാനുമായുള്ള ഒരാളായി, അറിവിൻ്റെ തലത്തിൽ, മികവിൻ്റെ തലത്തിൽ ഏറ്റവും മികച്ച ഒരാളായി മാറ്റപ്പെടാനായിട്ട് സഹായിക്കുന്നു കുണ്ടലിനി യോഗ. പിന്നെ വേറെ ഒരു ധ്യാനം പഠിക്കാനുള്ള പാത്ത് ടു അർഹർഷിപ്പിൽ ഒരു ധ്യാനം കൂടെ പഠിക്കാനുള്ളത് ധ്യാനയോഗയാണ്. ധ്യാനയോഗ എന്ന് പറഞ്ഞതും പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയതാണ്. നമ്മുടെ ശരീരത്തെയും ശരീരത്തിൻ്റെ അവയർനെസ്സും കൂട്ടാനുള്ള ഒരു പരിശീലനമാണ്. നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുക, നമ്മുടെ ശ്വാസത്തെ അറിയുക, നമ്മിലുള്ള ചിന്തകളെ ഒഴിവാക്കി നമ്മളുടെ ശാന്തതയെ അറിയുക. അങ്ങനെ ഒട്ടനവധി ഓം മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അമീൻ മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനർജി മൂവ്മെൻറ്റുകളെക്കുറിച്ച് പഠിക്കുക, എനർജി മൂവ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ബോഡി, അസ്ട്രൽ ബോഡി, നമ്മുടെ വൈകാരികമായ തലമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഓറയാണ് അസ്ട്രൽ ബോഡി. അത് പുറത്തേക്ക് ഇറങ്ങി അതിന് എല്ലാ കാര്യങ്ങളെയും വിവേചിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും നമ്മെ കൂടുതൽ ആരൊക്കെ നമ്മെ ചിന്തിക്കുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, സത്യമായതും മിഥ്യയായതുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ തിരിച്ചു തരാൻ അറിയിക്കാനായിട്ട് ഈ ധ്യാനം വളരെ ഉന്നത തലത്തിൽ സഹായിക്കുന്നതാണ്. ഇത്രയും ധ്യാനങ്ങളാണ് ദ പാത്ത് ടു അർഹർഷിപ്പിൽ നിന്ന് പഠിക്കാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് ധ്യാനങ്ങൾ എന്നാൽ ഒരു
ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ധ്യാനങ്ങളാണ് പരിശീലിക്കേണ്ടത്. ഇതൊരു ഗുരുവിൽ നിന്ന് മാത്രമേ പരിശീലിക്കാൻ പാടുള്ളൂ. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് അവരവരുടെ കണ്ടുപിടുത്തങ്ങളായിട്ട് അല്ല ഗുരു പഠിപ്പിക്കേണ്ടത്. ഗുരു, ഉന്നതരായിട്ടുള്ള ഗുരുക്കന്മാരെപ്പോഴും അവരൊരു പാത വെട്ടി തന്നിട്ടുണ്ട്. നമ്മൾ ആമസോൺ കാടുകളിൽ വെട്ടിത്തെളിച്ച് പോകേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഗവൺമെൻറ് അവിടെ പാത വെട്ടി തെളിയിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി. നമ്മൾ പുതിയതായിട്ടൊരു പാത വെട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗുരുക്കന്മാർ, ശരിയായിട്ടുള്ള ഗുരുക്കന്മാർ, അവർ ഉന്നതരായിട്ടുള്ള അർത്ഥതലത്തിൽ ഉന്നതിയിലെത്തിയിട്ടുള്ള ഗുരുക്കന്മാർ തയ്യാറാക്കിയുള്ള പാതയിൽ കൂടെ നാം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫോളോ ദ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ഗുരുവിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞ ധ്യാന സമ്പ്രദായങ്ങൾ നമ്മുടെ ദ പാത്ത് ടു അർഹത്ഷിപ്പിൽ ലഭ്യമാണ്. അത് കേട്ടുകൊണ്ട് നമ്മളത് പിന്തുടരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വലിയ വളർച്ച ഉണ്ടാവാനായിട്ട്, ഉന്നതി ഉണ്ടാവാനായിട്ട്, നമ്മിലെ തിന്മകൾ ഇറാഡിക്കേറ്റ് ചെയ്ത് നന്മകളിലേക്കും മികച്ച ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും മികച്ച കഴിവുകൾ ഉണ്ടാവുകയും ആരോഗ്യപരമായി ശക്തിയിലേക്കും അതുപോലെ സമൃദ്ധിയിലേക്കും നാം ഉയർന്ന് ലോകത്തിന് തന്നെ ഗുണപരമായി മാറുന്ന ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരുവിനോടും സർവേശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ അത് പഠിക്കാനുള്ള അവസരം ഉണ്ടായതിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ഇതുപോലെയുള്ള കോഴ്സുകൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കണം. നിങ്ങൾക്കേവർക്കും സ്വാഗതം. യോഗ പ്രാണവിദ്യയിലെ വളരെ അമൂല്യമായ പദ്ധതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അർഹതയുള്ള ഒരാളായി ഈ ഭൂലോകത്ത് ജീവിക്കാൻ, ഭൂമി അതിന് ഏറ്റവും മികച്ച സ്ഥലമാണെന്നുള്ള ഫീലിങ്ങോട് കൂടി തന്നെ ജീവിക്കാനായിട്ട് നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ കളഞ്ഞ്, പ്രാരാബ്ദങ്ങളൊക്കെ മാറ്റം ചെയ്യപ്പെട്ട് വളരെ സമ്പന്നതയിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ആത്മാഭിമാനത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഈ സ്പിരിച്വൽ സാധനകൾ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സ്നേഹത്തോടെ.